ഹലോ, നമസ്കാരം. ഞാനിന്നൊരു പെൻസിൽ പരിചയപ്പെടുത്താൻ പോവാണ്. ഞാൻ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പെൻസിലാണ് ഈ ഒരു ആർട്ട് ലൈൻ്റെ ബ്ലാക്ക് പെൻസിൽ എന്ന് പറയുന്നത്. നോർമലി നമ്മളൊരു ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഫേസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഒത്തിരി പെൻസിലുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫേസിലാണെങ്കിൽ ചെറിയ 2B, 4B, 6B ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഹെയറിലോട്ട് കിടക്കുന്ന സമയത്ത് ചാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത്തരത്തിൽ മൾട്ടിപ്പിൾ പെൻസിലൊക്കെ വെച്ച് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഞാനൊരു ആർട്ട് വർക്ക് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ആം, നമുക്ക് വളരെ സിംപിളസ്റ്റ് ആയിട്ട് കുറഞ്ഞ ടൈമിനുള്ളിൽ ബെറ്റർ ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ ആർട്ടിനെ കാണുന്ന സമയത്ത് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനെ ഗ്രോ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻസിൽ വളരെയധികം അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആർട്ട് ലൈനിൻ്റെ പെൻസിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് ഒരു ആർട്ട് ലൈനിൻ്റെ ഓൺലൈനായിട്ടോ നമുക്ക് ഓഫ്‌ലൈനായിട്ടോ അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങിൽ നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം ചില സെലക്റ്റഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് മാത്രമാണ് ഇത് സെല് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത്തരത്തിലൊരു വൈറ്റ് പാക്കിങ്ങിലാണ് ഇതിൻ്റെ പാക്കിങ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രഷർ. നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുത്തിട്ടാണോ വരയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഹെയറിലൊക്കെ ചെയ്യുന്ന സമയത്തൊന്ന് നമ്മൾ കുറച്ചൊന്ന് പ്രഷർ കൂട്ടി വരച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തിക്കായിട്ടുള്ള ബ്ലാക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫേസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് ലോ പ്രഷറിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടാവും. അതും വളരെ അടിപൊളിയായിട്ട് തന്നെ. അവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരൊറ്റ ടൂൾ വെച്ചുകൊണ്ടാണ് മുഴുവൻ പോർട്രെയ്റ്റ് വർക്കുകളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയറൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യ ടൈമിലൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. നമ്മുടെ കൈയൊക്കെ അവിടെ സ്പ്രെഡായി വേറെ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ മൊത്തത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ട് ആ ഒരു ഡ്രോയിങ് മൊത്തത്തിൽ കേടുവന്നു പോകുന്ന ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മീൻസ് അല്ലെങ്കിൽ നമുക്കത് എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഫിക്സേറ്റീവ് പോലെയുള്ള സ്പ്രേകൾ യൂസ് ചെയ്ത് നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ തന്നെ അത്തരത്തിൽ നമ്മളവിടെ കൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആദ്യ ടൈമിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്കത് ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടും പറ്റും. പക്ഷേ തുടക്കക്കാർക്കും ഇത് നല്ലൊരു ടൂളായിട്ടാണ് വരുന്നുണ്ടാവുക. കാരണം ഇത് ഒരിക്കലും സ്പ്രെഡ് ആവുന്നുണ്ടാവില്ല. നമ്മൾ ഹെയറിലത് പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കൈ വെച്ചുകൊണ്ടോ ആ കൈ കൊണ്ട് നീക്കിയത് കൊണ്ടോ ഒന്നും മറ്റ് പേപ്പറുകൾ മുകളിൽ വന്നുകൊണ്ടോ ഒന്നും അധികം തന്നെ സ്പ്രെഡായി പോകുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും വരുന്നുണ്ട്. കോമൺലി കുറേ പേരൊക്കെ സ്മഡ്ജ് ചെയ്തിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ബ്ലെൻഡിങ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് ഷെയ്ഡിങ്ങിലൂടെ തന്നെ നമുക്ക് ആ ഒരു നല്ല ഔട്ട് കൊണ്ടുവരേണ്ടി വരുന്നുണ്ടായിരിക്കും. ബ്ലെൻഡിങ് ടൂളുകളൊന്നും നമുക്ക് ഈ ഒരു പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് അധികം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ലൈറ്റിംഗ് സോഴ്സൊക്കെ മുകളിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് പെൻസിൽ കൊണ്ടൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ഗ്ലോസി ഫീൽ വരാറുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന ഫോട്ടോയും ഫോട്ടോ എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ ഡിഫറൻസ് വരാറുണ്ട്. അതിന് ഒരു തിളക്കം വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കില്ല. ഒരു പ്യൂർ ഡാർക്ക് ആയിട്ടുള്ള ഫോമായിരിക്കും നമുക്കതിൽ കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഫോട്ടോ എടുക്കുന്ന സമയത്തും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഈ പറയുന്ന 2 രീതിയിലും നമുക്ക് നല്ല രീതിയിലുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള വശങ്ങളും ഡിമെറിറ്റുകളും എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും.